അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സുരിബയിൽ ഉപ്പാപ്പ അൻ-നഖ്ശബന്ദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ 56ാമത്തെ ആണ്ട് നേർച്ചയിലാണ്, അതിന്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ചേർന്നിട്ടുള്ളത്. നമ്മൾ വിചാരിച്ചതിൽ ഏറെ ആളുകൾ നമ്മളെ കുടുംബങ്ങളിൽ നിന്നും പരിസരത്തെ നാടുകളിൽ നിന്നും ദൂരെ നിന്ന് വന്നവര് അത്യാവശ്യമുള്ളത് കൊണ്ട് മടങ്ങിപ്പോയി എന്ന് മാത്രം. നമ്മുടെ നാട്ടിലുള്ള പലരും, വിശിഷ്യ നമ്മളെ സുരിബയിൽ ജമാഅത്തിന്റെ മാജി പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് ഹാജി അടക്കം, നുസ്രത്തുൽ ഇസ്ലാം കമ്മിറ്റിയുടെ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് അടക്കം പലരും നമ്മളോട് ചേർന്നിരുന്നു. അതിൽ നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെ ഉപ്പാപ്പാന്റെ ആണ്ട് നേർച്ച വിപുലമായ രീതിയിൽ ഇനി മുതൽ അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ചിലപ്പോ 1-2 ദിവസത്തെ ധാർമ്മിക മതപ്രസംഗത്തോടുകൂടെയോ അല്ലെങ്കിൽ ഇസ്ലാമിക കഥാപ്രസംഗത്തോടുകൂടെയോ തുടങ്ങാനുള്ള ഒരു ഉദ്ദേശമാണ് ഈ സമയത്ത് നമ്മൾ ആലോചിക്കുന്നത്. വെള്ളിയാഴ്ചയുടെ രാവികളിൽ ഇവിടെ കൂട്ടുസിയാറത്ത് നമ്മുടെ ദാവൂദുൽ ഹക്കീം സുഹരി സുരിബൈലിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നു. റമദാൻ കഴിഞ്ഞതിന്റെ ശേഷം അത് തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഉപ്പാപ്പയുടെ ഈ നേർച്ചയ്ക്ക് വേണ്ടി ഉപ്പാപ്പ അതുപോലെ ഉമ്മാമയുടെ കുടുംബത്തിൽ നിന്ന് പലരും, ചുരുക്കി പറഞ്ഞാൽ ഗുരുവായൂരക്കര, ഉടുപ്പി, കന്യാന, ആത്തൂർ, കുക്കാജ്, അജക്കാറ്, ചെർക്കള, കല്ലടുക്ക, സുരിബയില്, അങ്ങനെ പല നാട്ടിലുമുള്ള ഉപ്പാപ്പാന്റെ പേരക്കുട്ടികളും മക്കളുടെയും ബന്ധുക്കളും നമ്മളെ ഈ പരിപാടിക്ക് വേണ്ടി എന്താക്കിയിട്ടുണ്ട്, സഹായം ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കാത്തിരിപ്പ് ബഹുമാനപ്പെട്ട ആദം മദനി ആത്തൂർ അവരും അവരുടെ സംഘടികരും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗത്തിന് വേണ്ടി മാത്രമാണ്. അതിന്റെ ഇടയിൽ നമ്മുടെ ഉപ്പാപ്പ കുടുംബത്തിലെ ഇതൊരു കുടുംബ സംഘമാണ്. ചില ആൾക്കാർ വിചാരിക്കും ഞാനിപ്പോ ബുക്കെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ നടന്നുണ്ടായി, അപ്പൊ പിരിവിന് വേണ്ടിയാണോ, ആരെങ്കിലും പൈസ തരുന്നോന്ന് ഉദ്ദേശിച്ചിട്ടാണോ? അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ഇതുവരെ അങ്ങനെ ആരിൽ നിന്നും പൈസ ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മളെ കുടുംബത്തിന്റെ അകത്ത് മാത്രമാണ് ഇതിനു വേണ്ടി പിരിവ് നടത്തിയ പിരിവിന്റെ പരമാവധി ചെലവ് ചെയ്ത് അതിന്റെ ബാക്കിയുള്ളത് കമ്മിറ്റിയിൽ നിക്ഷേപിക്കും. അതിലുപരി ഇതുവരെ ആരിൽ നിന്നും പുറത്തുനിന്ന് പൈസ കൈപ്പറ്റിയിട്ടില്ല. 40 വർഷത്തിന്റെ ശേഷം, 40 വർഷങ്ങൾക്ക് ശേഷം എന്റെ പേരും എന്റെ ഓർമ്മകളും എന്റെ നിയന്ത്രണങ്ങളും കാര്യങ്ങളും ജനങ്ങളിൽ അറിയപ്പെടും, ജനങ്ങളിൽ പ്രചാരണം ഉണ്ടാകും എന്ന് ഹയാത്ത് കാലത്ത് തന്റെ മക്കളിൽ ബഹുമാനപ്പെട്ട ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ഉപ്പാപ്പ പറഞ്ഞതായി അവരുടെ മക്കളിൽ ഇന്നും ജീവിച്ചിരിപ്പുള്ള 5 മക്കളാണ് ഇന്ന് ജീവിച്ചിരിപ്പുള്ളത്. അതായത് 3 പെണ്ണും 2 ആൺമക്കളും. അതിലൊരാളാണ് നമ്മളെ ഇസ്മായിൽ ഉസ്താദ് എന്ന് പറയുന്ന, ഇസ്മായിൽ മുക്രിക്ക എന്ന് പറയുന്ന നമ്മളെ ഇസ്മായിൽ എളാപ്പ. അർഹമൻ റഹീമീനായ റബ്ബ് അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
3 പെൺമക്കളാണ് അദ്ദേഹത്തിൻ്റെത് ഇന്ന് ജീവിച്ചിരിപ്പുള്ളത്. സർവേശ്വരനായ തമ്പുരാൻ അവർക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നൊരു അളാപ്പ ഉമർ മുസ്ലിയാർ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ടില്ല. അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭാവിയിൽ നമ്മുടെ ഈ വിശാലമായ വളപ്പിലുള്ള ഈ പള്ളിയുടെ പരിസരത്ത് വെച്ച് ഇങ്ങനെയുള്ളൊരു സംരംഭം തുടങ്ങി ഇത് നടത്തുമ്പോ ഇത് പള്ളിയുടെ നേതാക്കന്മാരുടെ കയ്യിൽ കൊടുത്താൽ നല്ലതല്ലേ എന്നുള്ളൊരു അഭിപ്രായങ്ങൾ പോലും നമ്മളെ കുടുംബത്തിൽ വന്നിട്ടില്ല എന്നില്ല, വന്നിട്ടുണ്ട്. പക്ഷേ വരും ദിനങ്ങളിൽ, വരും ദിവസങ്ങളിൽ, വരും ആഴ്ചകളിൽ നമ്മൾ ചിലപ്പോൾ അവരോടത് പറഞ്ഞ് അപേക്ഷിച്ച് ബോധ്യപ്പെടും. അതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. ദാറുൽ ശരിയയിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളടക്കം പല പള്ളികളിലും ഖതീബുമാരും മുദർരിസുമാരുമായി ഉപജീവനം നയിക്കുന്ന ഉസ്താദന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അത് വലിയ സന്തോഷമാണ്. ഇത് ഉപ്പാപ്പാന്റെ കുടുംബ ബന്ധം നിലനിർത്തുന്ന ഒരു സംഗമമാണ്. അതുകൊണ്ട് നമ്മൾ എന്താക്കണം? പരസ്പരം കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഇല്ലാതെ മരുമക്കളോട് അമ്മായിമാർക്കും, അമ്മായിമാരോട് മരുമക്കൾക്കും, ജ്യേഷ്ഠ അനുജന്മാർക്കും, ബാപ്പ ഉമ്മമാരും കുടുംബങ്ങളോടും തമ്മിൽ യാതൊരു വേർതിരിപ്പുമില്ലാതെ കുടുംബത്തിന്റെ മഹിമയും മഹത്വവും കൊണ്ടു നടക്കലാണ് കുടുംബം. 3 കൂട്ടുകാര് 3 ആശ്രിതർ സ്വർഗത്തിലേക്ക് കടക്കൂല എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരു കൂട്ടത്തെ ഉൾപ്പെടുത്തിയത് കുടുംബബന്ധം നിലനിൽക്കാത്തവൻ, കുടുംബബന്ധം മുറിക്കുന്നവർ സ്വർഗം കാണുകയില്ല, സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് അടിക്കുകയില്ല എന്നുണ്ട്. ദീർഘിപ്പിച്ചൊന്നും പറയാൻ സമയം ഇല്ല. എല്ലാവരുടെ നോട്ടം കഥാപ്രസംഗത്തിലേക്കാണ്. ഉടുപ്പിയിൽ നിന്ന് നമ്മളെ കുടുംബത്തിന്റെ പൊരയുള്ളതിന്റെ അടുത്ത ഒരു പെണ്ണുങ്ങൾ, പേര് നസീമ എന്ന് പറയുന്നൊരു ഉമ്മ, തന്റെ മകനിക്ക് വേണ്ടി അവൻ ഗൾഫിൽ പോയിട്ട് അവന്റെ ഗൾഫ് യാത്ര സുഖകരമായി നടക്കാൻ ഒരു പണി കിട്ടാൻ വേണ്ടി 1111 റുപ്പിക ഉപ്പാപ്പയുടെ പേരിൽ നേർച്ച ചെയ്തിട്ടുണ്ട്. പൈസ തന്നിട്ടില്ല. ആ മകന് ഗൾഫിൽ പോയി ജോലി കിട്ടി ശമ്പളം തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ശമ്പളം കിട്ടിയ ഉടനെ ആ പൈസയിലെ ഈ നേർച്ച തരുകയുള്ളൂ എന്ന് ആ ഉമ്മ മനസ്സിൽ കരുതിയിട്ടുണ്ട്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവേശ്വരനായ തമ്പുരാൻ ആ മകനിക്ക് നല്ല ജോലിയും സമ്പത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ നമ്മളെ കുടുംബത്തിൽ ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് അവസാനമായി വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ കഥാപ്രസംഗത്തിന് വേണ്ടി നമ്മൾ ആദം മദനി ഉസ്താദിനെയും അവരുടെ സംഘടികരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.